സ്ത്രീകളും പ്രായമായവരൊക്കെ തന്നെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നിരിക്കണമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കോളേജുകളിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകുന്ന ഒരു സമയമാണ്, വിനോദയാത്ര പോകുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ആളുകളാണോ അതോ കുടുംബ സമേതം യാത്രയ്ക്ക് എത്തിയവരാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ചിത്രം വ്യക്തമാകാനുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തി വിവരങ്ങൾ ശേഖരിച്ച് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ എത്തിയാൽ മാത്രമേ നമുക്ക് അത് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിയൂ. പോലീസ് അവിടേക്ക് പോയി കഴിഞ്ഞോ? തീർച്ചയായിട്ടും പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട് മൂന്നാറിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്താൻ. ഒരു മണിക്കൂറിന് അടുത്ത് യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കുറഞ്ഞതൊരു 3/4 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. വഴി അത്ര നല്ല വഴിയുമല്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ പരമാവധി വേഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് ആണ് ആദ്യ പരിഗണന നൽകുന്നത്. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മൂന്നാറിൽ പോലും പ്രാഥമിക ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. കൂടുതൽ പരിക്കാണെങ്കിൽ ഒരുപക്ഷെ മറ്റിടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോതമംഗലത്ത് ഉൾപ്പെടെയാണ്, കോതമംഗലവും കോട്ടയത്തുമാണ് പിന്നെ കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകുക. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും തേനിയിലെ അടക്കം മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ടി വരും. അപ്പം പരിക്കേറ്റവരെ മൂന്നാറിൽ എത്തിച്ച് അവരുടെ പരിക്കിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. അതുമായി ബന്ധപ്പെട്ട നടപടികൾ, രക്ഷാപ്രവർത്തനത്തിനാണ് ഈ ഘട്ടത്തിൽ ആദ്യ പരിഗണന നൽകുന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക, വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് നൽകുക എന്നുള്ളതാണ് ആദ്യ പരിഗണന. എന്തായാലും അപകടത്തിന്റെ വ്യാപ്തി തീർച്ചയായിട്ടും വലുതാണ്. അത് 2 പേരാണ് ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. വാഹനം മറിഞ്ഞിട്ടുണ്ട്. വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് കൂടുതൽ പേരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വാഹനം ഉയർത്തിപ്പോലും പരിശോധിച്ചാൽ മാത്രമേ അത് സംബന്ധിച്ച കൃത്യമായ ഒരു ചിത്രം, കൂടുതൽ പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചിത്രം വ്യക്തമാകൂ. സുജീഷ്.